നിങ്ങളിരിക്കും. ഓരോരുത്തർക്കും ഇവിടുത്തെ സീനിയർ ക്യാമറമാന്റെ ഒപ്പമായിരിക്കും ട്രെയിനിങ്. പ്രോഗ്രാം നിങ്ങൾക്ക് അവരുടെ നിർദ്ദേശപ്രകാരം കവർ ചെയ്യാം. പിന്നെ നിങ്ങൾ സ്വയം അസൈൻമെന്റുകൾ ഉണ്ടാക്കുകയും വേണം. ട്രെയിനിങ് പീരീഡിലെ നിങ്ങളുടെ പെർഫോമൻസ് അനുസരിച്ചായിരിക്കും ആരെ ഇവിടെ പെർമനന്റ് ആക്കണമെന്ന് തീരുമാനിക്കുന്നത്. ഇത് സുന്ദറിനെ ഏൽപ്പിച്ചോളൂ. അയാൾ നിങ്ങളുടെ ക്യാമറമാനെ പരിചയപ്പെടുത്തി തരും. താങ്ക് യു സർ. കൊള്ളാം. ഈനാമ്പേച്ചിക്ക് മരപ്പട്ടി കൂട്ട്. എന്നെ ഉദ്ദേശിച്ചാണോ ചേട്ടാ പറഞ്ഞേ? അല്ല, കുട്ടിയെ ഞാൻ അങ്ങനെ പറയൂ? ഞാൻ ഇയാളെ ഉദ്ദേശിച്ചാ പറഞ്ഞത്. മനസ്സിലായില്ല. അല്ല, തനിക്ക് കിട്ടിയ നല്ല ബെസ്റ്റ് ക്യാമറാമാൻ എന്ന് പറയായിരുന്നു ജനാർദ്ദന സാറ്. പക്ഷെ ഒറ്റ കുഴപ്പമേ ഉള്ളൂ. അതെന്താ? വെള്ളം അടിക്കാതെ നോക്കിക്കോണം. അത് പറഞ്ഞ എങ്ങനെയാ ചേട്ടാ? ദാഹിച്ച് വെള്ളം ചോദിച്ചാ പിന്നെ കൊടുക്കാതിരിക്കാൻ പറ്റുമോ? അയ്യ, ആ വെള്ളത്തിന്റെ കാര്യമല്ല, മറ്റേ വെള്ളം. മദ്യം. ഓഹോ. പുള്ളിക്കാരൻ അങ്ങനെ എല്ലാ ബ്രാൻഡും കഴിക്കുന്ന ആളല്ല. ഫോർ എക്സാമ്പിൾ, സീസർ, നെപ്പോളിയൻ, ലൂയിസ് 11, ഡോക്ടർ. ചേട്ടാ ഇനി കാര്യം പറ. ഫിറ്റ് ആയി കഴിഞ്ഞ് കണ്ണാടി നോക്കിയാൽ പുള്ളിക്കാരന് തോന്നും താൻ ആ മദ്യത്തിന്റെ ആളാണെന്ന്. ഫോർ എക്സാമ്പിൾ, സീസർ കഴിച്ചാൽ പിന്നെ സീസർ രാജാവാകും. ഡോക്ടേഴ്സ് ബ്രാൻഡ് കഴിച്ചാൽ പിന്നെ ഡോക്ടർ ആവും. ഫിറ്റായി കഴിഞ്ഞാൽ ചിലര് ചിരിക്കും, കരയും, അല്ലെങ്കിൽ വയലുണ്ടാവും. ഇതിപ്പോ ആദ്യമായിട്ട്. ഇനി എന്തെല്ലാം കേൾക്കാനും അനുഭവിക്കാനും കിടക്കുന്നു. കുട്ടി ഇവിടെ ഇരുന്നോളൂ. ഞാൻ ഇയാളെ കൊണ്ടുപോയി ജനാർദ്ദന സാറിന് പരിചയപ്പെടുത്തി കൊടുത്തിട്ട് വരാം. ഞാൻ ഇവിടം വരെ ഉള്ളൂ. ഇതിനകത്ത് ജനാർദ്ദന സാറിന്റെ സാമ്രാജ്യമാണ്. ഇനി എല്ലാം തന്റെ കയ്യിലാ. ഇവിടെ തുടരണോ വേണ്ടയോ എന്നത് ഉൾപ്പെടെ. അതുകൊണ്ട് സൂക്ഷിച്ചു വേണമല്ല. പിന്നെ ജനാർദ്ദന സാർ ഒരു പളുങ്കു പാത്രം പോലെ. അത് പൊട്ടാതെ നോക്കിയാൽ തനിക്ക് തന്നെ കൊള്ളാം. ചെല്ലേ. ഈശോയെ, ഐശ്വര്യമായിട്ട് വലുതുകാലം വെച്ച് എന്നെ കയറാം. ആരെങ്കിലും വന്നത് പിടിച്ച് എഴുന്നേൽപ്പിക്കടാ. അയ്യോ എന്ത് പറ്റി സാർ? താനാരാ? ഞാനാ ഇപ്പൊ തള്ളി സാറ് വീണില്ലേ? ഓ, തനിക്ക് എന്താ ഇവിടെ കാര്യം? ഞാൻ പുതിയ പ്രോഗ്രാം ട്രെയിനിയായിട്ട് ജോയിൻ ചെയ്യാൻ ഓർഡർ. സീനിയർ ക്യാമറമാനെ തള്ളി ട്രെയിനിങ്. പുറത്തു പോടാ. അല്ലേ വേണ്ട, നീ ഇവിടെ നിൽക്ക്. റിഹേഴ്സൽ നടക്കട്ടെ. നോക്കാം സാർ. എന്താടി ഇത്ര ഇളിക്കാൻ ഞാൻ ഒറ്റ. നോക്കിയേ, തൊപ്പിയും വെച്ചെങ്ങനെ ഞെളിഞ്ഞ് നിക്ക. ഓടാ. നിന്നോട് ഞാൻ എവിടെ നിൽക്കാനാ പറഞ്ഞത്? അവിടെ പോയി നിൽക്കടാ. വണ്ടി തള്ളണേ, വണ്ടി തല്ല. അതല്ല, പെണ്ണുങ്ങളെ കാണണേ അവിടെ പോയി നോക്ക. മനസ്സിലായ? വണ്ടി തള്ളാണ്ട് വണ്ടി ഇവിടെ നിർത്തിയിട്ടുള്ള പണി മതി. ആ ലൈറ്റ് പോയി നോക്കണോ? ആ ലൈറ്റ് ശരിയാക്കാൻ പറ. ശരി. എന്റെ ഈശ്വര, ആ ലൈറ്റ് അല്ല, ഈ ലൈറ്റ്. ആ ലൈറ്റ് അല്ലേ? ഇവന്മാരെ കൊണ്ട് ഞാൻ തോറ്റു. നിന്നോട് താനെന്താ ഇവിടെ തുള്ളി കളിക്ക? ഇങ്ങനെയാ ട്രെയിനിങ്ങിന് തന്നോട് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. പിന്നെ എന്തിനാടാ വെറുതെ സ്ഥലം മെനക്കെടുത്താ ഇവിടെ വന്ന് നിക്കണേ? പുറത്തു പോകൂടെ? പുറത്തു പോകണ്ടെന്ന് സാറല്ലേ നേരത്തെ എന്നോട് പറഞ്ഞത്? ഓ, അപ്പൊ താൻ എനിക്കിട്ട് വീണ്ടും പണിയല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, ആ പെൺകുട്ടികളുടെ കൂടെ ഒന്ന് ഡാൻസ് ചെയ്യ്. കാണാനുള്ള കൊതി കൊണ്ടൊന്നും അല്ല, ജനാർദ്ദനൻ ട്രെയിനികളെ തെരഞ്ഞെടുക്കുമ്പോ റാഗ് എടുത്തെടുക്കൂ. ഇതെന്തയ്യാട്ടും തല. പോയി ഡാൻസ് ചെയ്യടാ. റെഡി റെഡി സ്റ്റാർട്ട്. കാത്തിരുന്ന് ബോറടിച്ചോ? ഇരുന്നോളൂ, ഞാൻ കൂട്ടിരിക്കാം. അപ്പൊ കുട്ടിയുടെ കൂടെ വറ്റിലയാണ്. വെറ്റിലയോ? വെറ്റിലയല്ല, വൈറ്റില രാധാകൃഷ്ണൻ. വൈറ്റിലയാണ് കുട്ടിയുടെ ക്യാമറാമാൻ. സൂക്ഷിക്കണം. എന്താ അത്രയ്ക്ക് ഭയങ്കരനാ? ഒരർത്ഥത്തിൽ വെറും വാചകം മാത്രമേ ഉള്ളൂ. ലോകത്തിൽ ഏറ്റവും നീളം കൂടിയ നാക്കിന് ഗിന്നസ് ബുക്കിൽ പേര് വരേണ്ട ആളാ. എങ്ങനെയുണ്ട് സുരേന്ദ്ര എന്റെ പുതിയ ഹെയർ കട്ട്? അടിപൊളി. ഇപ്പോ ഗേൾസിന് എന്നെ കണ്ട ലവ് തോന്നുന്നു? പിന്നെന്താ? അതാ പറഞ്ഞത്, മനസ്സിലായ? ലിപ്സ്റ്റിക്, പെർഫ്യൂം. പുതിയതായി ജോയിൻ ചെയ്യാൻ വന്ന കുട്ടിയാണ് മായ. ഹലോ ഹലോ. കുട്ടി അവിടെ ഇരുന്നോളൂ. അവിടെ ട്രോളിയിട്ടല്ലോ. വൈറ്റില സാർ വന്നില്ലേ? ഞങ്ങളും പുള്ളിയെ വെയിറ്റ് ചെയ്തിരിക്കുക. ഷൂട്ടിങ്ങിനാണ് സമയമായി. ഇതാണ് ഈ വൈറ്റില സാറിന്റെ ഒരു കുഴപ്പം. വിമൻസ് കോളേജിലെ 3ാമത്തെ ബെല്ലും അടിച്ചു കഴിഞ്ഞ് പെൺകുട്ടികളെല്ലാം അകത്ത് കയറിയിട്ട് പുള്ളിക്കാരൻ വണ്ടി വിടൂ. കോളേജിന് മുന്നിലുള്ള പുള്ളിയുടെ നിപ്പൊന്ന് കാണണം. ചിമ്പാൻസി കൂളിംഗ് ഗ്ലാസ് വെച്ചോണ്ട് നിന്നാൽ എങ്ങനെ ഉണ്ടാവും? അതുപോലെ. ജനാർദ്ദന സാറിനെ കുറിച്ച് പറഞ്ഞതാ. ഞാൻ ഊഹിച്ചു അയാളെ ചിമ്പാൻസി എന്ന് വിളിച്ച നാണക്കേട് ചിമ്പാൻസിക്ക. ബൈ ദ വേ മിസ് മയൂരി, there are 4 types of chimpanzees, you know. അമേരിക്കൻ, ആഫ്രിക്കൻ, മെഡിറ്ററേനിയൻ, പിന്നെ നാടൻ. ഇതിനെ കുറിച്ചൊക്കെ ഞാൻ എക്സ്ക്ലൂസീവ് ആയിട്ട് ഫീച്ചർ ചെയ്തിട്ടുണ്ട്. അവർക്ക് ധൃതിയുണ്ട്, തുടങ്ങാം.
അതിനിപ്പോ എന്താ ഞാൻ റെഡിയാണ്. യുനോ ക്യാമറയിലൂടെ കവിത രചിക്കാൻ എന്റെ ഹൃദയം തുടിച്ചോണ്ടിരിക്കുകയാണ്. നമുക്കെന്നാ റിഹേഴ്സൽ നോക്കാം. എനിക്ക് ഇന്നലെ റിഹേഴ്സൽ ഐ എം എ വെരി സീനിയർ ക്യാമറാമാൻ. യുനോ ക്യാമറ 2 ലിറ്റിൽ ബാക്ക്, ക്യാമറ 1 പാൻ ലെഫ്റ്റ്, ആങ്കറിന്റെ ടൈറ്റ് ക്ലോസ് വെച്ചോളൂ. എന്താ എന്താ പാർട്ടിസിപ്പന്റ് ഇവിടെ ഇരിക്കുന്നത്? കുട്ടി അവിടെ പോയിരിക്കും പ്ലീസ്. അയ്യോ സാർ. ഓ ഷട്ട് അപ്പ്, ഇടപെടരുത്. കുട്ടിയെ കണ്ടാൽ തന്നെ അറിയും വളരെ ടാലന്റഡ് ആയിട്ടുള്ള ഒരു പ്രതിഭയാണെന്ന്. എന്താ ഐറ്റം, ഡാൻസ് ഓർ മ്യൂസിക്? ബൈ ദ വേ ഞാനൊരു ക്യാമറാമാൻ ആണെങ്കിൽ എനിക്ക് ഡാൻസിലും മ്യൂസിക്കിലും ഒക്കെ വളരെ ഇൻട്രസ്റ്റ് ആണ്. വെസ്റ്റേൺ ആൻഡ് ഇന്ത്യൻ അതിലൊക്കെ. എന്താ ഇത് ഇവിടെ പ്രോഗ്രാമിന് വന്നതല്ല, എന്നെ നമ്മുടെ ടിവിയിൽ ജോയിൻ ചെയ്യാൻ വന്നതാ. ഞാൻ മായ. കണ്ടപ്പോഴേ എനിക്ക് തോന്നി ഇത് പാർട്ടിസിപ്പന്റ് അല്ല, ഇവിടെ ജോയിൻ ചെയ്യാൻ വന്നതായിരിക്കും ഒന്ന്. പിന്നെ എന്തിനാ അവരുടെ കൂട്ടത്തിൽ കൊണ്ട് ഇരുത്താൻ പോയത്? Shut up. മായയുടെ കാര്യം GM എന്നോട് പ്രത്യേകം പറഞ്ഞിരുന്നു. നൈസ് മീറ്റിംഗ് യു. ആ എന്നാ പിന്നെ തുടങ്ങാം. എന്താ തുടങ്ങാം. എത്തിയോ? കീ മോളിലുണ്ട്. പുതിയ റൂംമേറ്റ് ഉണ്ട് ഗിരിജയ്ക്ക്. ആ മൂശയായിട്ട് മലയാളം ടീച്ചർ പോയപ്പോ ഇത്തിരി സ്വൈരായിട്ട് കഴിയാന്ന് വിചാരിച്ചു തന്നെ. ഇതൊരു പാവം കുട്ടിയാ. അതുപോലെ തന്നെ ആരെങ്കിലും ആണെങ്കിൽ എന്റെ തനി സ്വഭാവം കാണിച്ചു കൊടുക്കും ഞാൻ. എന്താ പേര്? മായ. കല്യാണം കഴിച്ചതാ? അല്ല. എന്നാ കഴിക്കരുത്. 4 പേരുടെ മുമ്പിൽ കൂടി കെട്ടിയൊരുക്കി നടത്താനേ ഇതുങ്ങൾ നമ്മളെ ഉപയോഗിക്കും. എന്റെ കഴുത്തിലും കാതിലും ഒന്നും കാണാത്തോണ്ട് താൻ വിചാരിക്കുന്നുണ്ടാവും ഞാൻ ഇവിടുന്ന് വലിഞ്ഞേറി വന്നതാണെന്ന്. എന്നാ അങ്ങനെയല്ല. നല്ല ഒന്നാന്തരം തറവാടാ എന്റേത്. ഒറ്റപ്പാലത്ത്. ആഭരണത്തിലല്ല ആദർശത്തിലാ ഞാൻ വിശ്വസിക്കണേന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? കുട്ടി വലിക്കോ? സിഗരറ്റോ? ഹൈ, ഉറക്കത്തില് കൂർക്കം വലിക്കണ കാര്യാ ചോദിച്ചേ. ഓ ഇല്ല. എന്നാ എനിക്കുണ്ട്. കുട്ടി ഇപ്പൊ ഇവിടെ കേറിക്കൂടിന്ന് വിചാരിച്ച് അതൊന്നും മാറ്റി വെക്കാൻ കഴിയില്ലല്ലോ എനിക്ക്. എവിടെയാ ജോലി? റോയൽ ടിവിയില്. ഓഹോ, TV മീഡിയ. പുരുഷാധിപത്യത്തിന്റെ ജന്മനാടാ അത്. പിന്നൊരു കാര്യം, ആരെങ്കിലും പീഡിപ്പിക്കാൻ വന്നാൽ വെറുതെ ഇരിക്കരുത്. കുട്ടി ഒരു പരാതി എഴുതി കൊടുത്താൽ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. പിന്നെ എനിക്കിങ്ങനെ വളവളാന്ന് വായിട്ടടിക്കുന്നത് തീരെ ഇഷ്ടല്ല. ഞാനൊന്ന് കുളിച്ചിട്ട് വരാം, എന്നിട്ട് സംസാരിക്കാം ബാക്കി. അങ്ങനെ ഒരു മാസം കടന്നുപോയി. നീ എത്ര ഉഴപ്പി? അതാ ഇവിടെ ഇപ്പൊ ഒരു പ്രശ്നമായിരിക്കുന്നത്. 2 ക്യാമറമാൻമാര് തമ്മിലാ മത്സരം. അതിനിടയില് ആവുന്നത് ഞാൻ ശ്രമിക്കുന്നുണ്ട്. ശമ്പളം കിട്ടുമ്പോ വീട്ടിൽ പോകണ്ടേ നമുക്ക്? പിന്നെ നമുക്ക് ഒരുമിച്ച് പോവാം. അതോ നീ തനിച്ച് മുങ്ങിക്കളയോ? ഏതായാലും അതുണ്ടാവില്ല. ആ ഹോസ്പിറ്റൽ പ്രോഗ്രാമിന്റെ വർക്ക് കഴിഞ്ഞാൽ ഞാൻ ഫ്രീ. 2 ദിവസം ലീവ് എടുക്കാം. ആ മയൂര് കുറച്ച് ക്ലിപ്പിംഗ്സ് അറേഞ്ച് ചെയ്യുന്നുണ്ടേ. അതിന്റെ കാര്യം പറഞ്ഞപ്പോഴാ എന്തായിരുന്നു ആ പെണ്ണുമായിട്ട് ഒരു കൊഞ്ചി കുഴച്ചില്? ഏത് പെണ്ണു? നമ്മുടെ പ്രോഗ്രാം എക്സിക്യൂട്ടീവ്. ഓ അതോ? അതാ ജനുവേട്ടന്റെ കാര്യം പറഞ്ഞ് ഇത്തിരി ചിരിച്ചതാ. അങ്ങനെ ഇത്തിരി ചിരിക്കണ്ട. അവളുമായിട്ടുള്ള കൂട്ടുകെട്ട് അത്ര ശരിയല്ല. ഏയ് കൂട്ടൊന്നുമില്ല. അവര് സീനിയർ ആവുമ്പോ സീനിയർ ആയാലും കീനിയർ ആയാലും കുറച്ച് ഗൗരവത്തിലൊക്കെ നിന്നാ മതി. അതിനെ കാണുന്ന തന്നെ എനിക്ക് കലിയാ. അവളുടെ ഒരു മേക്കപ്പും ജാടയും. മായയോ? മായയുടെ കാര്യം ഞാനിപ്പോ മനസ്സിൽ വിചാരിച്ചതുള്ളൂ. 101 ആയുസ്. അതെ, ഒരു ഹോസ്പിറ്റൽ പ്രോഗ്രാം കിട്ടിയെന്നും പറഞ്ഞ് വീമ്പടിച്ച് നടക്കുക ആ ജനാർദ്ദനും സജീവ്. എന്തോ ഉഗ്രം കാര്യം ചെയ്താ മറ്റ. എന്തെങ്കിലും ശബ്ദം കേട്ടോ? എനിക്ക് തോന്നിയതാ. അല്ല, അവരെ തോപ്പിക്കാൻ നമുക്ക് എന്തെങ്കിലും പ്രോഗ്രാം ചെയ്യണ്ടേ? അതോ ഈ സാഹിത്യ സമ്മേളനവും മന്ത്രിയുടെ നിലവിളക്കുളത്തിലുമായിട്ട് ഇങ്ങനെ നടന്നാ മതിയോ? അതാ പറഞ്ഞത്. പിന്നെ 1-2 ഞാൻ ഇൻഫർമേഷന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്കൊരു മസാല ദോശ ഓർഡർ ചെയ്താലോ? ഇവിടത്തെ മസാല ദോശ ഉഗ്രനെ. ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇപ്പൊ വിശപ്പില്ല. എങ്ങനെ വിശക്കും? 2 കപ്പ് കാപ്പിയല്ലേ ഒരുമിച്ച്. ഹലോ, ആരാ? വിളിക്കാം, ഹോൾഡ് ചെയ്യണേ. ഡിസ്കവറി ചാനലിലൊക്കെ കാണുന്ന പോലെ എനിക്ക് ഈ സിംഹങ്ങളും മറ്റ് വന്യമൃഗങ്ങളുമായിട്ട് ക്ലോസ് ആയിട്ട് ഇടപെടണം. അതെന്റെ ഒരു സ്വപ്നം. സാറിനൊരു ഫോണുണ്ട്. ഇതാണ് ശല്യം. സ്വസ്ഥമായിട്ട് ഒരു സ്ഥലത്തിരുന്ന് ഒരു മസാല ദോശ കഴിക്കാൻ പോലും സമ്മതിക്കില്ല. എങ്ങനെയെങ്കിലും ഞാൻ എവിടെ ഉണ്ടെന്ന് കണ്ടുപിടിച്ചോളാം. വെയിറ്റ് ചെയ്യണേ. യെസ്, വൈറ്റ്ല ഹിയർ. ഒരു സ്കൂപ്പ് ന്യൂസ് തരാനാണ് വിളിച്ചത്. തമിഴ്നാട്ടിലെ 2 രാഷ്ട്രീയ പാർട്ടികൾ, അതും ബദ്ധശത്രുക്കൾ തമ്മിൽ ലയനം നടക്കാൻ പോണു. ലേലം അല്ല, ലയനം. ഇവിടെ ഗവൺമെന്റ് ഗസ്റ്റ് ഹൗസിൽ വെച്ചാണ് അവരുടെ രഹസ്യ മീറ്റിംഗ്. നമ്മളാരാ സംസാരിക്കുന്നത്? സ്വാമിനാഥൻ. ഓ, സ്വാമിനാഥൻ. ഏത് സ്വാമിനാഥൻ? പിന്നെ ഒരു പ്രധാന കാര്യം കൂടി. എന്താ? നിങ്ങളുടെ തന്നെ നെറ്റ്വർക്കിൽ ആ ജനാർദ്ദനൻ സാർ അറിയാതെ കണ്ണു വെട്ടിച്ച് വേണം പോകാൻ. അത് ഞാൻ ഏറ്റു. പിന്നെ അയാളുടെ കൂടെ ഒരു പയ്യനും കൂടെ ഉണ്ടല്ലോ. എല്ലാവരും അറിയാൻ പാടില്ല. അവനെ ഞാൻ അറിയിക്കോ? റാസ്കൽ. ഓക്കെ, റാസ്കൽ. ഹലോ ഹലോ.
ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഒരു കാപ്പ് കുടിച്ചാലോ? വേണ്ട, എനിക്ക് അല്പം തിരക്കുണ്ട്. മായേ, ഞാൻ ഇൻഫർമേഷന്റെ കാര്യം പറഞ്ഞിരുന്നില്ലേ, ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. എന്താ? ഒന്നുമില്ല, താൻ പോയി കാപ്പ് കുടിച്ചോ, അപ്പം വേഗം റെഡി ആയിക്കോളൂ. അത് സാറേ ഞാൻ അല്ല വരാനാ പറഞ്ഞത്. ഇനിയിപ്പോ എന്താ? മായേ,